ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു മസാല ടീ എങ്ങനെ ആക്കി എടുക്കുന്നതെന്ന് നോക്കാമേ. ഈ മസാല ടീ എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് സ്പൈസസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് നമ്മൾ ഹോളിഡേയ്സിലൊക്കെ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ടീ ഒരു വികാരമാണല്ലോ. രാവിലെ ചായ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ വൈകിട്ട് ചായ കിട്ടിയില്ലെങ്കിൽ ഒരു ഡേ ഫുള്ള് സ്പോയിലായി പോകുന്ന രീതിയിൽ ചായയോട് ഒരു സ്പിരിറ്റുള്ള കുറേ ആളുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഹോളിഡേയ്സിൽ ഫ്രീ ആയിട്ട് വീട്ടിൽ നിൽക്കുന്ന ടൈമിൽ കുറച്ച് ടൈം എടുത്ത് നല്ല ഫ്ലേവറുള്ള ഒരു മസാല ടീ ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് സോസ് പാൻ വെക്കുക. ഞാൻ വെള്ളവും മിൽക്കും റേഷ്യോ എടുക്കുന്നത് ഹാഫ് ഗ്ലാസ്സിന് ഹാഫ് മിൽക്ക് എന്നുള്ള രീതിയിലാണ്. നിങ്ങൾക്കിപ്പോൾ മിൽക്ക് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം, കുറച്ച് മതിയെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം വെച്ച് വെള്ളം നന്നായിട്ട് ബോയിലായതിനു ശേഷം മാത്രം തേയിലപ്പൊടി ഇടുക. തേയിലപ്പൊടി ഇടുമ്പോൾ തന്നെ നമ്മൾ കൂടെ തന്നെ ജിഞ്ചർ കുറച്ച് ഇടികളിൽ ചതച്ചിടുക, ഒരു ഗ്രാമ്പു, ഒരു ഏലക്കയുടെ സീഡ്സ്, ഇത് ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ട് അതിനെ ബോയിൽ ചെയ്യിപ്പിക്കുക. ബോയിൽ ചെയ്യിപ്പിച്ചതിന് ശേഷം മാത്രമേ മിൽക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇതിപ്പോൾ അല്ലാതെ ബോയിൽ ചെയ്യിപ്പിച്ചതിന് ശേഷം മാത്രം മിൽക്ക് ആഡ് ചെയ്യുക. അല്ലാതെ നമ്മൾ നോർമലി ചായ ഉണ്ടാക്കുന്ന പോലെ വെള്ളവും പാലും തേയിലയും ഷുഗറും എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്താക്കിയെടുക്കുന്ന ഒരു ചായയല്ല ഇത് കേട്ടോ. അതുകൊണ്ടാണ് ടൈം എടുത്തുണ്ടാക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് നന്നായിട്ട് ബോയിലായി വരുന്ന സമയത്ത് നമുക്ക് പാൽ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. പാൽ ആഡ് ചെയ്ത് ഷുഗറും ആവശ്യത്തിന് ഇട്ട ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ബോയിൽ ചെയ്യിപ്പിക്കുക. ഇപ്പോൾ നന്നായിട്ട് കടുപ്പമൊക്കെ ഇറങ്ങി വരുന്ന ചായ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു 2-3 മിനിറ്റ് കൂടെ കൂടുതൽ ബോയിൽ ചെയ്യിപ്പിച്ചെടുക്കുക. എനിക്ക് കടുപ്പം ആവശ്യത്തിന് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ കോഴിയുണ്ട്, അതിന് മനസ്സിലായെന്ന് തോന്നുന്നു ഞാൻ റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ളത്. നന്നായിട്ട് എന്നോട് കോഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു കോഴി. അപ്പോൾ ചായ നന്നായിട്ട് ബോയിലായി വരുന്നുണ്ട്. ബോയിലായി വരുമ്പോൾ ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്ക് സ്റ്റെയിനർ വെച്ച് അരിച്ചെടുത്തിട്ട് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റി നല്ല നമ്മളുടെ സെൽ സ്പേസിൽ ഈ ചായ ഇങ്ങനെ വീശി അടിച്ച് വേണം എടുക്കാം. വീശി അടിക്കുമ്പോൾ തന്നെ എന്തൊരു ഫ്ലേവറാണെന്നറിയാം. നമ്മുടെ കടകളിലൊക്കെ അങ്കിൾമാരും ചേട്ടന്മാരും ഒക്കെ ചെയ്യുന്ന പോലെ വീശി അടിച്ചെടുക്കണം. പക്ഷേ തണുക്കുന്ന രീതിയിലാകരുത്, നല്ല ചൂടോടെ ആക്കിയെടുക്കണം. സിപ്പ് ചെയ്ത് കുടിക്കണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.